ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തൊരു കാര്യം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. നമുക്ക് ചുറ്റുമുള്ളവരുടെയും ദൈവത്തിൻ്റെയും അതിലുപരി നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരു ഭാര്യ എന്ന രീതിയിൽ, അമ്മ എന്ന രീതിയിൽ, അനിയത്തി എന്ന രീതിയിൽ, അതിലുപരി നല്ലൊരു മകൾ എന്ന രീതിയിൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ കഠിന പ്രയത്നമാണെന്ന് പറയാന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ നിങ്ങൾ എനിക്ക് തന്ന ഒരുപാട് സപ്പോർട്ടുണ്ട്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം, ശ്രീയാണ് കേട്ടോ. ഹായ്, നമ്മൾ ഇപ്രാവശ്യത്തെ വെക്കേഷൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കേട്ടാ. നമ്മളെല്ലാവരും വീടിന്റെ അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണ്? നിങ്ങളാ പോണത്? ഡോറയുടെ വീട്ടിലേക്ക്. അപ്പൊ പോകുന്ന വഴിയാണ്, ട്രെയിനിലാണ് നമ്മൾ പോണത് കേട്ടാ. അപ്പൊ നമുക്ക് യാത്ര ഇവിടെ തൊട്ട് ആരംഭിക്കാം എന്ന് വിചാരിച്ചു. ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ട്രെയിനിൽ സ്കൂൾ തുറക്കുന്നേക്കാളും മുന്നേ ഒരുപാട് സ്ഥലത്തേക്ക് പോകണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. ഫൈനലി ശ്രീകുട്ടനും ഭാഗ്യനും അതുപോലെ തന്നെ കുഞ്ഞനൊക്കെ പരാതി പറഞ്ഞു തുടങ്ങി, എങ്ങോട്ടും പോയില്ല എന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ കൊച്ചി വരെയെങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയ യാത്രയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ മെമൂലാണ് പോകാമെന്ന് വിചാരിച്ചത്. ഗംഭീര മഴയായിരുന്നു. വണ്ടി ഓടിപ്പിക്കാൻ ഭാഗ്യം തന്നെ അവിടെ വണ്ടി ഓടിപ്പിച്ച് പോകേണ്ട കാരണം കൊണ്ട് നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ മെമൂലാണ് പോയത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഗ്ലൻസ് ഒരു ബ്യൂട്ടി സലൂണിൻ്റെ ഒരു ക്ഷണം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ആ യാത്രക്ക് പോവാ നമുക്ക്. ബംഗാളിലെ മൊത്തം ഞങ്ങളുടെ കൂടെ വന്ന പോസ്റ്റ് ആവുന്നുള്ള കാരണം കൊണ്ട് അച്ഛൻ മുന്നേ ഒഴിഞ്ഞു മാറി കേട്ടോ. അച്ഛനെ കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാല് പിടിച്ചു പറഞ്ഞിട്ട് അച്ഛൻ വന്നില്ല. നമുക്ക് ഇവിടുന്ന് ട്രെയിൻ യാത്ര ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഒല്ലൂരിൽ നിന്നാണ് നമ്മൾ മിക്കതും. ചെറിയ യാത്രകൾക്കൊക്കെ ട്രെയിനിൽ കയറാം, വലിയ യാത്രകൾക്ക് തൃശ്ശൂർക്ക് പോകും കേട്ടോ. പിന്നെ വലിയ യാത്രകളും ചെറിയ യാത്രകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവായ കാരണം കൊണ്ടും കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, കുഞ്ഞ യാത്രകളാണെങ്കിൽ പോലും. പിന്നെ ഞാൻ എല്ലായിടത്തേക്കും എല്ലാവരും കൊണ്ടുപോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാനസിക വിഷമമാണ്. അച്ഛനമ്മയില്ലല്ലോ എന്നുള്ള ഒരു പരാതിയും പരിഭവവും ഒക്കെ ഞാൻ വഴി നീളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടും ഭാഗ്യന് അശേഷം ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടും എല്ലാവരും ഉണ്ടാകുമ്പോഴും ഒരു വൈബ് ഉണ്ടാവുള്ളൂ എന്ന് ഭാഗ്യം പറയും. അങ്ങനെ ട്രെയിനൊക്കെ വന്ന് നമ്മൾ കയറി. മെമൂലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നമുക്ക് കാലത്ത് ഒരു 7:30ക്കാണ് ട്രെയിൻ ഉള്ളത് കേട്ടോ. നല്ല തിരക്കുണ്ടാവാറുണ്ട് ട്രെയിനിൽ. കാരണം ഒരുപാട് പേര് നമ്മുടെ ഇവിടുന്ന് ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട് കൊച്ചിയിലേക്ക് പോകണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നും ഇരുന്നും കിടന്നും അവസാനം നമുക്കൊരു സീറ്റ് കിട്ടി കേട്ടോ. അങ്ങനെ കാലുവേദനയൊക്കെ മാറ്റി നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമായി. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് അവിടം വരെ എത്തിയപ്പോഴേക്കും ആ നാടിന്റെ മൊത്തത്തിലൊരു മാറിയൊരു ഫീലാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഏരിയ ആയിട്ടാണ് കൊച്ചിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. മാത്രമല്ല ഒരുപാട് ബിസിനസ്സുകളൊക്കെ വളർന്നു വരുന്ന കാരണം കൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ കുറച്ചാൾ മുമ്പ് ഗുജറാത്തിൽ പോയില്ലേ, സൂറത്തിലേക്ക്. അവിടെ പോയൊരു ഇഫക്റ്റ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പൊതുവേ എനിക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണുമ്പോൾ പൂനെയൊക്കെയാണ് ഓർമ്മ വരിക. ഫൈനലി നമ്മൾ അങ്ങനെ ഗ്ലാൻസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളും അറിയാത്ത കാരണം കൊണ്ടാണ് കേട്ടാ. അമ്മ ആദ്യമായിട്ടാണ് അമ്മ ചെയ്യുന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മേനെ ഞാൻ മുടിയൊക്കെ സെറ്റാക്കി തരാൻ കൊണ്ട് കൊടന്തവിടത്തിൽ വാക്ക് മാറിയാള് ചെയ്യണില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതന്നെ ആദ്യമായിട്ടാ. ഞാൻ പിന്നെ മോളും നിർബന്ധിച്ചപ്പോ പിന്നെ ഒന്ന് നോക്കാലോ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേ അങ്ങനെ ഞാനും ഫേഷ്യൽ ചെയ്യാനായിട്ട് ഇവിടെ എടുക്കാട്ടാ, ക്ലീനപ്പ് ചെയ്യാൻ. അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. മോളുവിൻ്റെ നിർബന്ധം ഓരോന്നിങ്ങനെ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കണം. അപ്പൊ എനിക്ക് പിന്നെ അതിലെത്തിരി മോളമ്മയല്ലേ, അപ്പൊ ഇത്തിരി അങ്ങനെയല്ല പറയണ്ടേ, അമ്മയുടെ മോളല്ലേ അമ്മയുടെ നാട്ടാ ഞങ്ങൾക്ക് അമ്മ ഈ കാര്യത്തിൽ വേറെയാ. അപ്പോൾ ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതിലാണ്, ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ എടുക്കുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാട്ടാ. ശരി ശരി ശരി. ഇത് സൂര്യ, ഇത് പ്രവീണ. ഹായ് പറയടാ.
അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു റീല് പോകേണ്ട ആവശ്യമായിട്ട് ഞാൻ പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാനായിട്ട് കയറിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മേനെ ഇവിടെ കൊണ്ട് കെടുത്തിയത്. ആക്ച്വലി അമ്മ ഇങ്ങനെയുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ആ മുടി ഒന്നും ചെയ്യണ്ട, അമ്മേനെ ഭയങ്കര കേളി ഹെയർ അല്ലേ, നമുക്കിവിടെ ഫേഷ്യൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഫേഷ്യൽ ഒരു ക്ലീനപ്പ് ഒക്കെ കൊടുത്തു കേട്ടോ. അമ്മ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മളും നമ്മുടെ അമ്മേനെ ഇതിലൊക്കെ ഉൾക്കൊള്ളിക്കണം കേട്ടോ. ഈ ചേച്ചിയും അമ്മയും അതുപോലെ തന്നെ കുഞ്ഞും പിന്നെയും ഉണ്ട് ഏട്ടായിയൊക്കെ എൻ്റെ കൂടെ വരാൻ ഇഷ്ടമാണ്. ചേച്ചിക്ക് അമ്മയ്ക്കാണ് ഈ ബസ്സിലും വണ്ടിയിലും യാത്രകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരിങ്ങനെ നനച്ചെടുത്ത കോഴിയുടെ പോലെയോ എന്ന് പറയില്ലേ. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ കരഞ്ഞു വരുമോ പ്ലീസ്, ലൈഫ് ഒന്നല്ലോ ഉള്ളോ എന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്ത്, അല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞ് വയസ്സാവുമ്പോൾ നമുക്ക് തോന്നും അയ്യോ നമുക്ക് തോന്നും അവസരങ്ങൾ കിട്ടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ട് റിഗ്രറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മെയിൽ, അതുപോലെ എന്താ പറയുക ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവരാറുള്ളത് കേട്ടോ എല്ലായിടത്തേക്കും. ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അച്ഛൻ തീരെ താല്പര്യമില്ല. ഞങ്ങളുടെ കൂടെ വന്ന പോസ്റ്റ് ആവെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വരാറേ ഇല്ല. അങ്ങനെ ഫൈനലി നമ്മൾ അമ്മേനെ പിടിച്ച് ക്ലീനപ്പ് ചെയ്യാൻ കിടത്തിയിട്ടുണ്ട്. നല്ല സുഖമുള്ള പരിപാടി കേട്ടോ അങ്ങനെ കിടന്നിട്ട് ഈ കുട്ടികളിങ്ങനെ ചെയ്യുമ്പോൾ. അല്ല ഇപ്പോൾ ഈ വയസ്സാം കാലത്താണോ അമ്മയ്ക്ക് ഇത് തോന്നിയതൊക്കെ കമന്റ് ബോക്സിൽ നിറയും. അത് വേറെ അതൊന്നും അറിയില്ലല്ലോടാ. ഇപ്പൊ എല്ലാവരും ഇതിനേക്കാളും ഭയങ്കര ചെയ്യില്ലേടാ സൂര്യയില്ലേ. ഇതൊക്കെ എപ്പോഴൊക്കെ ഒന്ന് ചെയ്തിരിക്കുന്നത് നല്ലതാ. ഇനി മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ഇനി പറഞ്ഞോമ്മ. അപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ ഇത് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന്. കാണാത്ത രാജ്യങ്ങൾ കാണാ, കാണാത്ത ഫുഡ്, കഴിക്കാത്ത ഫുഡ് ഇതെന്നെ ഇപ്പൊ നിർബന്ധിച്ചു കൊണ്ടതാട്ടാ. പക്ഷെ ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവര് കുറെ ആൾക്കാരുണ്ടാവും. കഴിക്കാത്ത ഫുഡിനെ പറ്റി ഒന്ന് പറഞ്ഞ. കഴിക്കാത്ത ഫുഡ് കഴിക്കുക, കാണാത്ത രാജ്യങ്ങൾ കാണുക, ചെയ്യാത്ത ഇങ്ങനെയുള്ള നല്ല നല്ല പരിപാടികളൊക്കെ ചെയ്യുക. അതൊക്കെ മേക്കപ്പ് ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് ഇപ്പൊ ഞാൻ എൻ്റെ പ്രായത്തിൽ ചെയ്യണം നല്ലതായിട്ടാ പറയുന്നത്. ചെയ്യുന്നത് നല്ലതാന്ന് ഞാൻ പറഞ്ഞു മാത്രം. അതന്നെ എൻ്റെ പ്രായമൊക്കെ ആയിട്ടും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടം അല്ല ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ ആണോ ഇത് പറയണെന്ന് ചിലപ്പോൾ വിചാരിക്കും. എനിക്കിപ്പോ പറ്റിയ കാരണം ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും പറ്റട്ടെ കേട്ടോ. അവസരങ്ങളൊന്നും നമ്മളെ തേടി എത്തില്ലടാ, നമ്മൾ തേടി പോവാണ് ചെയ്യേണ്ടത്. തേടി പോകുമ്പോൾ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളവരൊക്കെ കൂടെ പിടിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ. സഞ്ജു ഒരു ഹായ് പറഞ്ഞാടാ. ഹായ് ബോൾ. ഇതാണ് സഞ്ജു. അയ്യോ ഞാൻ വന്ന സലൂണിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ ഗ്ലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സലൂണിലേക്കാണ് വന്നത്. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരെയും കൂട്ടിയപ്പോൾ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു നമുക്കന്ന് എല്ലാവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ചേച്ചി ത്രെഡൊക്കെ ചെയ്തു, കുഞ്ഞ് മുടി കളർ ചെയ്തു, മുടി വെട്ടി, അങ്ങനെയൊക്കെ ചെയ്തു. ഇവിടുത്തെ സർവീസ് അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഇതിൻ്റെ ഓണർ ചേട്ടനായാലും എല്ലാവരും സൂപ്പറാണ്. എന്താ പറയുക നമ്മളൊരു ഫാമിലി ആയി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും. ഗിരീഷ് ചേട്ടനാണ് ഇത് കേട്ടോ. ഗിരീഷ് ചേട്ടനാണ് ശ്രീകുട്ടൻ്റെ മുടിയൊക്കെ വെട്ടിയത്. നമുക്കവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞൻ മുടിയൊക്കെ ഒന്ന് കളർ ചെയ്തിട്ട് വാഷ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു ആള് മുടി വെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ മുടി വെട്ടണ്ട കുഞ്ഞാ, മുടി വെട്ടണ്ടെന്ന്. പക്ഷെ ആൾക്ക് മുടി വെട്ടണം എന്ന് വളരെ നിർബന്ധം. അങ്ങനെ പ്രവീണയും സഞ്ജും കൂടിയിട്ട് മുടി വെട്ടി. ഇതാണ് നമ്മൾ മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ചെയ്തതിൻ്റെ ഫൈനൽ റിസൾട്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീകുട്ടനെ ഏകദേശം ഗിരീഷ് ചേട്ടൻ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി ലുക്കിലാക്കി എടുത്തു കേട്ടോ. നമ്മുടെ പറക്കുന്നളികയിൽ പറയുന്ന പോലെ ഇതെല്ലാം കഴിയുമ്പോഴേക്കും എല്ലാവരും മുടുക്കരാവും. അപ്പോൾ കുഞ്ഞ് മുടി വെട്ടാൻ നിൽക്കുകയാണ്. മുടി വെട്ടുന്നതിൻ്റെ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ് മാമൻ. കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് പിന്നെ മുടിയല്ലേ വളരുമല്ലോ എന്നുള്ള ഒരു പ്രതീതിയാണ്. പിന്നെ അവളുടെ നിർബന്ധം കാരണം കൊണ്ടാണ് നമ്മൾ ചെയ്തതും. അങ്ങനെ നമ്മൾ കുഞ്ഞിൻ്റെ നീളമുള്ള മുടി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുള്ളൂ ശ്രീകുഞ്ഞാ മുടി വെട്ടല്ലേട്ടാ, കുടി വെട്ടല്ലേട്ടാ. ഇത് ഞങ്ങളുടെ ഇഷ്ടത്തിനൊന്നല്ല കേട്ടോ. അത് ഇരിക്കുന്നത് അല്ലടാ പറയണോ ഞാൻ. അതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നിഷ്ടമൊക്കെ ആയിട്ട്. ഇതിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നത് കുഞ്ഞിൻ്റെ കുറച്ച് ഷോ ഓഫാണ്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായി മുടി വെട്ടിയത്. പ്രവീണയാണ് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെയല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ അത്യാവശ്യം നമ്മുടേതായ രീതിയിലൊക്കെ ഒരു ഷോക്ക് 4 ആൾ കാണണ്ടേ. നമ്മൾ വീട്ടിൽ ഇപ്പം ഞാനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും കാണില്ലടാ, വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. കുഞ്ഞിനൊക്കെ ആകുമ്പോൾ എന്നും പുറത്തു പോകണതാ. ഇങ്ങനെ ചെയ്താലും അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് പോവാം.
സിനിമാക്കാര് നിറച്ചുണ്ട് കേട്ടാ. റോഡിലൊന്നും തന്നെ ഇറങ്ങി വല്ല കൊട്ടക്കത്ത് ഇങ്ങനെ ഓടിച്ചിട്ട് ഇറങ്ങി സൂപ്പറായിട്ടാ. അമ്മ മുടി വെട്ടാൻ പോയി. മുടി ഇവിടെ വെട്ടിയല്ലേ. അടുത്തതായി ഭാഗ്യനെ അവതരിപ്പിക്കുന്ന ക്ലീനപ്പ്. ഇത് താടി ഡ്രിം ചെയ്തിട്ടല്ലേ ഭാഗ്യ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ. കല്യാണത്തിന് ഇങ്ങനെയൊക്കെ ചെയ്തെന്നാണെന്ന് ചോദിച്ചേ. അപ്പം ചെയ്യാന്ന് ചോദിച്ചേ. അന്ന് ഞാൻ നല്ല ഭംഗി നടത്തി ചെയ്ത്. ഇപ്പൊ ഭംഗിയില്ല. പടച്ച കണ്ണാണോടാ. അടച്ചോളാം. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്വഭാവമുള്ള ഒരാൾ ഭാഗ്യനാണ് കേട്ടോ. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ വീട്ടിലായാൽ കൂടി ഞാൻ എന്തെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ മോനെ എനിക്കും കൂടി എന്ന് പറഞ്ഞാൽ പിന്നാലെ വരുന്ന ആളാണ്. ഇപ്പോൾ സ്പാ ചെയ്യുന്നത് കണ്ടാലും ഞാൻ എന്തെങ്കിലും പെഡിക്യൂറാ മാനിക്യൂറാ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എന്തിന് കുറച്ച് തക്കാളി അതുപോലെ തന്നെ നാരങ്ങയൊക്കെ ഇങ്ങനെ മുഖത്ത് തേക്കുന്നുണ്ട്, എന്താ തേച്ച എനിക്കും കൂടി തേച്ചതെന്ന് ചോദിക്കുന്ന ഒരാളാണ് കേട്ടോ ഭാഗ്യൻ. അപ്പോൾ അമ്മ അവിടെ ചെയ്യുന്ന കണ്ടപ്പോൾ ആൾ പറഞ്ഞു എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ചെയ്തതാണ്. പക്ഷെ നമുക്കതൊക്കെ ഭയങ്കര സന്തോഷവും ഒരു സാറ്റിസ്ഫൈങ് ഫീലിംഗ് ആണ് കേട്ടോ. ഇവരുടെ ഇഷ്ടമുള്ള പരിപാടി തന്നെ മേടിക്കണം. ഈ മെഷീൻ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയല്ലോ ഭാഗ്യ. നമ്മുടെ ഇവിടെ ഒന്നും ചെയ്യാൻ സ്ഥലമില്ല എന്നിട്ടാണ് ശ്രീ കൊച്ചി വരെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ക്ഷണം ഉണ്ടായ കാരണം കൊണ്ട് നമ്മൾ പോയിന്ന് മാത്രം. അപ്പോൾ ഞാൻ എല്ലാവരെയും കൂട്ടി എല്ലാവരും അവരുടേതായ കുറച്ച് സർവീസുകളൊക്കെ ഏറ്റെടുത്തു ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇത് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞു. ഭാഗ്യം മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു, താടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുള്ളൂ ഇതൊക്കെ കേട്ടോ. എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ അമ്മേനെയും അച്ഛനെയും ഭർത്താവിനെയും ചേട്ടനെയും ചേച്ചിനെയും ഒക്കെ പിടിച്ചിരുത്തി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിപ്പോൾ മെഷീൻസുകളൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ആവിയൊക്കെ നമുക്ക് വീട്ടിൽ പിടിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഇതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കാന്ന്. എൻ്റെതായ സ്നേഹപ്രകടന രീതികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ ഇവയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും, മുടി വെട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞിനാണെങ്കിൽ തന്നെ സ്പാ ഒക്കെ ചെയ്ത് കൊടുക്കും. നമ്മൾ സ്നേഹം എപ്പോഴും പ്രകടിപ്പിക്കാനുള്ളതാണ്, നമ്മൾ സ്നേഹിക്കേണ്ടെന്ന് മറ്റുള്ളവരെ അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഏട്ടായി മാത്രമാണ് കൂടെ വന്നതിൽ പോസ്റ്റ് അടിച്ച ഒരാൾ. ഏട്ടായി പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, 2 ദിവസം മുമ്പ് മുടി വെട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ പോയി ഒരു മുടി വെട്ടായിരുന്നു. ശ്രീകുട്ടൻ്റെ മുടിയൊക്കെ കണ്ടായിരുന്നു, നല്ല വേറൊരു പ്രത്യേക ഭംഗിയൊക്കെ വന്നൂല്ലേ ശ്രീകുട്ടനെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ ഗ്ലെൻ്റെ ഓണറായിട്ടുള്ള ചേട്ടൻ. അപ്പോൾ സന്തോഷ് ചേട്ടൻ എന്നാന്ന് തോന്നുന്നു ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ചേട്ടനാണ് കേട്ടോ, ഭയങ്കര കൂളായിട്ടുള്ളൊരു ചേട്ടൻ. വന്നതിൽ ഏറ്റവും അധികം എന്താ പറയുക, ഏറ്റവും അധികം മേക്ക് ഓവർ വരുത്തിയ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സുജയാണ്. എൻ്റെ മക്കളെ പറയാൻ വയ്യടാ. കാര്യം മുടിയൊക്കെ കുറച്ച് വെട്ടിക്കളഞ്ഞു എന്നുണ്ടെങ്കിലും ഭയങ്കര തിന്നായിരുന്നു മുടി കേട്ടോ. അപ്പോൾ ഭാഗ്യാപ്പുറത്ത് മുടി വെട്ടാനായിട്ട് ഇരിക്കുന്നുണ്ട്, ചേച്ചിയുടെ മുടി വെട്ടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആള്. പൊതുവേ നമ്മൾ മുടി വെട്ടുന്നതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത നമ്മുടെ ആ പഴയ ചിന്താഗതിക്കാർ തന്നെയാണ് കേട്ടോ. പക്ഷെ മുടിയൊക്കെ വെട്ടിയാലും വളരുമല്ലോ എന്നുള്ളൊരു മനസമാധാനത്തിന്റെ പേരിൽ നമ്മളെ വലിയ വഴക്ക് പറയാത്ത ആൾക്കാരും കൂടിയാണ് അവര്. അപ്പോൾ കുഞ്ഞിന്റെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് കുഞ്ഞെന്താ കണ്ണാടയിൽ മാറണില്ല. ഇനിയിപ്പോൾ 2 ആഴ്ച ഇങ്ങനെയൊക്കെ തന്നെയാവും മുടി ഇങ്ങനെ ആ ഒരു എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി കഴിയുന്നവരെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റം ഉണ്ടായ ആള് ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചിക്ക് ഗംഭീര മാറ്റമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു. മുടി അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വെട്ടി കളഞ്ഞിട്ടുണ്ട് നമ്മള്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഇരുന്ന് നമുക്ക് നമ്മുടേതായ സെൽഫ് സർവീസുകളിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ എന്താ പറയാ റഷ് ഒന്നും ഇല്ലാതെ നമുക്ക് തോന്നുന്നില്ല നമ്മൾ ഇത്രയും വലിയൊരു സിറ്റിയുടെ നടുവിലാണെന്ന്. അത്രയും കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, അടിപൊളി സർവീസാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ എന്താ പറയാ നമ്മുടെ സർവീസ് എടുത്തു വരുമ്പോഴേക്ക് അവിടെയുള്ളവരൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നമ്മൾ അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അത് കാരണം എനിക്ക് എന്താ അവരോടൊക്കെ വല്ലാത്തൊരു ആത്മബന്ധം തോന്നി കഴിഞ്ഞപ്പോ. ചേച്ചിയുടെ മുടി അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു രീതിയിൽ വെട്ടിയിട്ടുണ്ട്, ഒരു ബൗൺസി ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. താഴത്തെ മുടി ഒട്ടും ഉള്ളില്ലായിരുന്നു, പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തിട്ടല്ല കേട്ടോ. ചേച്ചി അങ്ങനെ ഒരുപാട് എന്താ പറയുക ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ അത് നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കുറവ് മൂലമായിരിക്കും. പക്ഷെ വെട്ടി കഴിഞ്ഞപ്പോൾ കിടുവായി.
നിങ്ങളിത് കാണൂ എന്നൊരു ലെവലിലെത്തി. സത്യം പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ ഏറ്റവും അധികം മേക്ക് ഓവർ വരുത്തിയ ഒരാള്. ഞാനിവിടെ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കാം. ഈ രീതിയിൽ മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടം വരെ ഒന്ന് പോയി നോക്കൂ കേട്ടോ. ഇത് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി പോയതാണ്. പക്ഷെ അവിടം വരെ പോയപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടി ഇത് പരിചയപ്പെടുത്തണം എന്ന് തോന്നി. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എന്നാ ലുക്കായിരുന്നു കൂടാ ചേച്ചി, എനിക്ക് നല്ല ഇഷ്ടമായി ചേച്ചീനെ. നമ്മുടെ ചേച്ചിയായ കാരണം കൊണ്ടാണോ ഇത്രയധികം ഓവർ എക്സൈറ്റ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇത് എൻജോയ് ചെയ്യണത്. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചേച്ചി ഇത്രയും ഗ്ലാമർ ഉണ്ട് എന്നുള്ള കാര്യം. ഒരു ലുക്കേ മാറിയില്ലേ, ആ ഒരു ലെവല് മാറി, ഒരു സ്റ്റാൻഡേർഡ് മാറി എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഒരു ആഷ് പോഷ് ലുക്കിലെത്തി ചേച്ചി. കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി എന്താ പറയുക, എന്തെങ്കിലും ഇതുപോലെ തന്നെ ഹെയറിൻ്റെ സർവീസുകൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തുന്നതായിരിക്കും. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഏട്ടന്റെ ഭാര്യനെ നോക്ക്, ഇതെന്റെ പ്രൊഡക്റ്റ് അല്ല. ചേച്ചി ഇങ്ങനത്തെ സർവീസുകളൊന്നും എടുക്കാറില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് എക്സൈറ്റ്മെന്റ് മുഖത്തുണ്ടല്ലേ. ശ്രീകുട്ടനും സൂപ്പറായി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മുടിയൊക്കെ വെട്ടി സെറ്റായി. ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ നമുക്കിനി ഇറങ്ങിയാലോ. അപ്പോൾ ആരുടെ മുടിയാണ് നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. മുടി വെട്ടിയ ആൾക്കാരാണ് എൻ്റെ ചുറ്റുള്ളത്. തലേമ പെടുത്തിട്ടുള്ളത്, തലേമ താജ്മഹൽ പെടുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നവരൊക്കെ. ഞാൻ നമ്മുടെ പെഡിക്യൂറും മാനിക്യൂറൊക്കെയാണ് ചെയ്തത്. ഇനി ഞാൻ നമ്മുടെ ലൊക്കേഷൻ, അതായത് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ബ്യൂട്ടി പാർലറിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ലുലുവിലേക്ക് പോകാം. ഗ്ലെൻസ് സ്റ്റുഡിയോന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ഈ ടി വേൾഡിന്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഗിരിശേട്ടനെ കാണാനില്ലല്ലോ. ഗിരീഷേട്ടൻ പോയി. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിത് മടങ്ങുകയാണ്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് കാലത്ത് വന്നപ്പോൾ തൊട്ട് ഈ നേരം വരെ ഏകദേശം ഒരു 4:30-5 മണി വരെ ഇവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഭക്ഷണം പോലും കഴിക്കാണ്ട് പാവങ്ങൾ ഒത്തിരി നേരം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് സൂര്യ, അപ്പുറത്ത് പ്രവീണ, സഞ്ജു കേട്ടാ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ എല്ലാവരുടെയും. അങ്ങനെ നമ്മുടെ മുടിവെട്ടും അതുപോലെ തന്നെ ബാക്കി നമ്മളുടെ സർവീസുകളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ ഗിരീഷായിട്ടുണ്ട് മുടി വെട്ടാനായിട്ട്. നമ്മളെ ഭാഗ്യൻ്റെ ജെൻസിൻ്റെ മുടി വെട്ടുന്ന സെക്ഷനിൽ അലി ഉണ്ട് കേട്ടോ. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇനി പതുക്കെ അവിടെ നിന്ന് ഇറങ്ങട്ടെ. ടാറ്റാ, താങ്ക് യു. ഇതാണ് കേട്ടോ അലി ഭയ്യ, ഇത് ഗിരീഷേട്ടൻ. ഇവരാണ് ഹെയർ കട്ടിങ്ങിന്റെ വിഭാഗത്തിലുള്ളവർ അല്ലേ. ഗിരീഷേട്ടനിലെ കുറെ ഗിരീഷേട്ടൻ്റെതായ കസ്റ്റമേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞത്. ഇത് അല്ലി അടിപൊളിയായിട്ട് മുടി വെട്ടു കേട്ടോ. അപ്പം ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാൻ ഗിരീഷേട്ടാ. കുറച്ചധികം നേരത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് മെട്രോയിൽ കയറാൻ പോവാണ് കേട്ടോ. ഇതെല്ലാം മെട്രോയിൽ കയറാൻ. ശരി, നമ്മളവിടെ ആക്കിയതിന് ശേഷം ശ്രീകുട്ടനും ഏട്ടായിയും അതുപോലെ തന്നെ എന്താ പറയുക, ശ്രീകുട്ടനും ഏട്ടായും ഭാഗ്യനും കൂടിയിട്ട് മെട്രോയിൽ കയറിയിട്ട് അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
എന്താ പറയുക, പിന്നെ ഞങ്ങൾ കയറിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ മെട്രോയിൽ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. നല്ലൊരു സർവീസാണ് മെട്രോയിലുള്ളത്. അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമ്മൾ മെട്രോൻ്റെ ടിക്കറ്റ് എടുത്ത് ഇവിടെ സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറി മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ ഭാവിയിൽ നമ്മുടെ തൃശ്ശൂരും ഇതുപോലെയൊക്കെ ആവുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനും. നമ്മുടെ മേൽപ്പാലങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ എവിടെ ഇല്ലാതില്ല. ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറാൻ പോണത്. ഞങ്ങളാരും മെട്രോയിൽ കയറിയിട്ടില്ല. കയറിയിട്ടാ? ഞാൻ കയറിയിട്ടുണ്ട്. സോറി, ഞാൻ ആദ്യമായിട്ടാണ്. എൻ്റെ ചേച്ചി ആദ്യമായിട്ട്, അമ്മ ആദ്യമായിട്ടാണ്. ശ്രീകൂട്ടൻ ഭാഗ്യന ആദ്യമായിട്ടല്ല. ഭാഗ്യന ആദ്യമായിട്ടല്ല, കുറച്ച് നേരത്തെ വന്നത്. അരമണിക്കൂർ മുമ്പ്. അച്ഛനില്ലാത്തതിൻ്റെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് കൂടുതലും അച്ഛനെ മിസ് ചെയ്യുക. കാരണം അച്ഛൻ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള യാത്രകളൊന്നും അച്ഛന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എത്ര വർഷങ്ങളായില്ലേ മെട്രോയൊക്കെ വന്നിട്ട്, ഇതുവരെ ഞാൻ മെട്രോയിൽ കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ടോ? അല്ല, കയറാത്ത ഒരുപാട് പേരുണ്ടാവൂല്ലേ എൻ്റെ പോലെ തന്നെ. ഈ എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടാത്ത ആൾക്കാർ. ഒരുപാട് അവസരങ്ങൾ വന്നാലും നമുക്ക് അങ്ങനെ പോകാനൊന്നും പറ്റാറില്ലടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുകൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ യാത്രകൾ പരമാവധി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാണ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടൊരു തോന്നിയ കാര്യം ഇതാണ് കേട്ടോ. അവിടെ ഒരു മഴ പെയ്തപ്പോഴേക്കും നോക്കിയേ, ഏതാണ്ട് ആലുവ മറ്റേ പുഴയുടെ തീരത്തെത്തിയ പോലെ ഒരു ഫീലായിരുന്നു. പിന്നെ ഈ ട്രാഫിക്കും, ഇത് രണ്ടും കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രോബാക്ക് തന്നെയാണല്ലേ. മെട്രോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തോരം ആൾക്കാർ ആ ഒരു ബിസി, എന്താ പറയുക, ട്രാഫിക്കിൽ കുടുങ്ങി പോവായിരുന്നു എന്ന് തോന്നി. മെട്രോ ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കൊച്ചിയിൽ. അങ്ങനെ നമ്മൾ ലുലുവിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേരവിടെ കണ്ടു. എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയില്ല. വിശന്ന് പ്രാണം പോയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഓടിപ്പോയത്. ഏട്ടായി പോണ കണ്ടാ തോന്നുന്നു ഏട്ടായി ഇവിടെ തന്നെയായിരുന്നു കുറേ നാളായിട്ട്. ഇതേ പോണ പോക്കണ്ടോ, ഭക്ഷണം കഴിച്ചുള്ള പോക്കാണ് കേട്ടോ എല്ലാവരും. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എന്താ പറയാ ചുറ്റി കറങ്ങാനായിട്ട്. ഇപ്പൊ ലുലുവിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കാലത്ത് നമ്മൾ പോരണം. ഒരു 8 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഫുള്ള് 24 hours കറങ്ങാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ പോലെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ കറങ്ങി നടന്ന് കണ്ട് ഷോപ്പ് ചെയ്ത് അത് നോക്കി ഇത് നോക്കിയിട്ടൊക്കെ ആണെങ്കിൽ. അങ്ങനെ ഫൈനലി നമ്മൾ താഴത്ത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഉള്ളത് ഇവിടെ തൃശ്ശൂർ നെസ്റ്റോളാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവിടെയൊന്നും അകലുള്ള യാത്രകളാണ് ഒഴിവാക്കാറുള്ളത് കേട്ടോ. ഈ ചുറ്റും നമ്മുടെ തൃശ്ശൂരൊക്കെയുള്ള യാത്രകൾ പരമാവധി നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പിള്ളേരെയൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഒരുപാട് ഫുഡ് വെറൈറ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് റൈസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ രുചിയും കാര്യങ്ങളൊന്നും ഇല്ല, ഈ കാണാനുള്ള ഭംഗിയുള്ളൂ എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ഫുഡുകൾ കേട്ടോ, ചില ഫുഡുകൾ നന്നായിട്ടുണ്ട്. സലാഡുകളൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കുറേ ആൾക്കാരുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നവരായിട്ടൊന്നും വലിയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലില്ല. ഇത്തിരി കഴിച്ച് ഒന്ന് കൊത്തിപ്പെറുക്കി വിശപ്പ് മാറ്റുന്ന ആൾക്കാരാണ് എല്ലാവരും. പിന്നെ സ്വീറ്റ്സ് ഒന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. കുറച്ച് റൈസ്, ചിക്കൻ്റെ ഐറ്റംസ്, അതായത് ശ്രീകുട്ടൻ ചിക്കൻ്റെ ഐറ്റംസ് കഴിക്കുന്നതുകൊണ്ട് അവന് വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്തു. പക്ഷെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. ചാട്ട് മസാല, പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് മേടിച്ച് കഴിക്കാം. പക്ഷേ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള രീതി ഇവിടെ നിന്നാണ്. പിന്നെ ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് കണ്ട് മേടിക്കാമല്ലോ. അവിടെ നമ്മൾക്ക് ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ട് അത് കിട്ടണ്ടേ, നമുക്ക് അറിയേണ്ട ഡിഷുകൾ ഏതാണെന്ന്. ഇവിടെ ആകുമ്പോൾ കണ്ട് ഇന്ന ഡിഷ് എന്ന് പറയുമ്പോൾ അവർ ചൂടാക്കി തരുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു. ആരോടും സംസാരിക്കാൻ പറ്റിയില്ല, വെരി സോറി. കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്നെ കാണുമ്പോൾ ഓടി വന്ന് നിങ്ങൾ എന്നെ അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നെങ്കിലും പറയണേ. പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്തു, ശ്രീ ഞങ്ങൾ ഇന്നലെ കൊച്ചിയിൽ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നെ കാണുമ്പോൾ നിങ്ങൾ ഓടി വരണം, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ ആദ്യത്തിരി ഒന്ന് പരിചയപ്പെടാൻ ഒരു ബുദ്ധിമുട്ട് കാണിച്ചാലും പിന്നെ നമ്മൾ അങ്ങോട്ട് ജെല്ലായിക്കോളും. അപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കണ്ടപ്പോൾ. അമ്മ ഭയങ്കര സങ്കടമായി. ഇതൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾ അച്ഛനാണ്. അപ്പോൾ നമ്മൾ റൈസുകൾ 2-3 തരത്തിലുള്ളത് മേടിച്ചായിരുന്നു. ഇത്രയും മേടിച്ചുള്ളൂ കേട്ടോ നമ്മൾ 7 ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്വാണ്ടിറ്റി മേടിക്കായിരുന്നു. പിന്നെ ആ ചിക്കനൊന്നും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപ്പുമുളകൊക്കെ പുരട്ടി വീണ്ടും വറുത്തിട്ടാണ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേഗം ഇറങ്ങി. നമുക്ക് 7:30-ആയിരുന്നു തിരിച്ചുള്ള ട്രെയിൻ ഉണ്ടായിരുന്നത്. ഇവിടെ ഒടുക്കത്തെ മഴയായിരുന്നു. വെള്ളത്തിലെങ്ങാനും മുങ്ങിപ്പോയാൽ. ലുലുവിലത്തെ പ്രയാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അമ്മ എപ്പോഴും എങ്ങനെയായ ഞാൻ ഇങ്ങനെ അതെ ഇവിടെ ഭയങ്കര മഴയാണ്. എന്തൊരു വെള്ളമാണ്.
ട്രെയിനിൽ കയറി കുത്തിപ്പിടിച്ച് കുറെ നേരം ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ കയറുന്ന കണ്ടപ്പോൾ നമുക്ക് തോന്നി ദൈവമേ വീട്ടിലെങ്ങനെ എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അച്ഛനവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് തോന്നി. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ തിരിച്ചു പോയിട്ട്. അപ്പോൾ ദേ ഭാഗ്യം ഏട്ടായിൻ്റെ മടിയിൽ കിടന്ന് കുറച്ചു നേരമൊക്കെ ഉറങ്ങി കേട്ടോ. നല്ല തിരക്ക് കുറവുള്ള ട്രെയിനായിരുന്നു. ഇനി കുറച്ച് ദിവസം തന്നെയാണ് ഈ മുടിമല തന്നെയായിരിക്കും പരിപാടി. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇതാ തിരിച്ച് നമ്മുടെ സ്വർഗമായ തൃശ്ശൂരിലെത്തി മക്കളെ, തൃശ്ശൂരിലെത്തി. അങ്ങനെ നമ്മുടെ യാത്ര ഫൈനലിലേക്ക് എത്തിയിരിക്കുക. എങ്ങനെയുണ്ട് മോളുടെ മുടി? അങ്ങനെ നമ്മൾ നമ്മുടെ സ്വർഗത്തിലെത്തി, നമ്മുടെ വീട്ടിലെത്തി. അച്ഛൻ ഉണ്ടായിരുന്നു അവിടെ. ചെല്ലുമ്പോൾ അച്ഛന് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ കഴിച്ചതിൽ കുറേ ബാക്കിയും ഉണ്ടായിരുന്നു. ഒരു നല്ല ദിവസമായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണേ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എന്നെ ഇവിടെയൊക്കെ കൊണ്ടെത്തിക്കുന്നത്. ലവ് യു ഓൾ.